അച്ഛൻ ഇങ്ങനെ പലതും പലരോടും പറയാറുണ്ട്. അവരൊക്കെ അതും വിശ്വസിച്ച് ജീവിക്കുന്ന നിന്റെ വിചാരം? ഇതൊക്കെ ഒരു തമാശയായിട്ട് കരുതാനല്ലേ ഉള്ളൂ. ഇത് തമാശയല്ല, ജോത്സ്യത്തിൽ എനിക്ക് വിശ്വാസം. ഇനി അച്ഛൻ നമ്മുടെ ബന്ധം അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണെങ്കിൽ ശരി, അല്ലെങ്കിൽ ശരി, എന്റെ ജീവിതം പുത്തരിക്കണ്ട മൈതാനം പോലെ ആക്കാൻ ഞാനില്ല. നിനക്കെന്താ രമണി, ഭ്രാന്താണോ? നിനക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന്? നമ്മൾ ഒന്നിച്ചുള്ള ഒരു ജീവിതം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അത് നേരാ. എന്ന് വെച്ച് എല്ലാം സഹിച്ച് നേടിയെടുക്കാൻ മാത്രം അതത്ര പ്രഷ്യസ് ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി നമ്മൾ എങ്ങനെ സ്നേഹിച്ചാലും ശരി, ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് എന്തോ ഒരു പേടി വന്നുപോയി. ഇനി എന്നെ കാണാൻ വരരുത് രമണി. ഞാൻ കണ്ടാൽ തന്നെ സംസാരിക്കണ്ട. രമണി പോയി, എന്നെ വിട്ടു പോയി. അവള് പോയി. എന്നെ വിട്. എന്നെ വിട്, എനിക്ക് ഒന്നുമില്ല. എന്താ ഇത്? ഓഫീസിൽ എത്തിയിട്ടില്ലായിരുന്നു. തെരഞ്ഞെറിഞ്ഞ് ഒടുവിൽ കടപ്പുറത്തിട്ട് പിടിച്ചു. ഈ കടപ്പുറത്ത് കാറ്റുകൊണ്ട് ആരായാലും ഉറങ്ങി പോകും അല്ലേ? അല്ലാതെ വേറെ ഒന്നല്ല, ടീച്ചർ വിഷമിക്കണ്ട. എന്താവശ്യം ഉണ്ടെങ്കിലും സുധാകരന്റെ നന്മയ്ക്ക് ഞങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വരട്ടെ വരട്ടെ. തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ ഒടുക്കത്തെ ഒരു ജോത്സ്യം കാരണം മൂട്ടിലെ പൊടിയും തട്ടി അവളങ്ങ് പോയി. ഇവിടെ ചത്ത പോലെ കിടക്കുന്ന എന്റെ മോന. ഇവന്റെ കല്യാണം നടന്നു കാണാൻ ഞാൻ നടത്തി സ്വയംവര പുഷ്പാഞ്ജലിക്ക് കയ്യും കണക്കുമില്ല. ഒക്കെ കളഞ്ഞു വിളിച്ചോ നിങ്ങള്? രമണി പോയി. അവളെ നിനക്ക് വിധിച്ചിട്ടില്ല. എന്റെ മോൻ സമാധാനിക്ക്. കുഞ്ഞ് അനാവശ്യമായ ഒരു പ്രണയബന്ധത്തിലാണെന്ന് രേഖ പറയുന്നു. കഴിയുന്നതും വേഗം തലയുരിക്കോ. ഈ കല്യാണം നടന്നാൽ നീ വിധവയാണ്. എന്തൊരിപ്പാ മോളെ ഇത്. നീ ഇപ്പോഴും സുധാകരനെ ഓർമ്മിച്ചോണ്ടിരിക്കുകയാണോ? നിന്നെ സുധാകരനെ കെട്ടിച്ചു കൊടുക്കാൻ അമ്മയ്ക്കും ഇഷ്ടമായിരുന്നു മോളെ. നിങ്ങളുടെ കല്യാണം നടന്നാൽ അവൻ മരിച്ചു പോകുമെന്നും നീ വിധവയാവുമെന്നൊക്കെ അവന്റെ അച്ഛൻ തന്നെയല്ലേ നിന്റെ കൈ നോക്കി പറഞ്ഞത്? എങ്കിലും സുധാകരേട്ടൻ. എല്ലാം ദൈവവിധിയാണ് മോളെ. സുധാകരൻ മറ്റൊരു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കട്ടെ. മോൾ ഈ കാപ്പി കൊണ്ടുപോയി അവർക്ക് കൊടുക്ക്. പോ, ചെല്ലു മോളെ.